ഹലോ എടാ അതെ എനിക്ക് ഒരു 500 രൂപ തരാൻ കാണൂടാ. എനിക്ക് അത്യാവശ്യമായിരുന്നേ. അളിയ എൻ്റെ ഇല്ലല്ലോ അളിയ, അക്കൗണ്ട് 0 ആയിട്ടിരിക്കുവാ അളിയ. അത് കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അളിയ ഒന്നും വിചാരിക്കല്ലോ, പെട്ടിരിക്കുവാ അളിയ. ഓക്കേടാ, കുഴപ്പമില്ല. ഞാനേ നോക്കട്ടെ, ഞാൻ വിളിച്ചോളാം, വെച്ചോ. ഓക്കേടാ. എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോണേ. എന്നാടാ, ആരാ വിളിച്ചേ? ഒന്നും പറയണ്ടാവേ. എപ്പോൾ പൈസയ്ക്ക് ടൈറ്റ് വന്നാലും വിളിച്ച് ചോദിച്ചാൽ തരുന്നൊരുത്തനാ. ഇപ്പം അവൻ 500 രൂപയുടെ ഒരു ആവശ്യം. അതങ്ങ് ഇട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവനല്ലേ ആവശ്യമുള്ളവൻ പൈസ തരുന്നേ. എവിടുന്ന് കൊടുക്കാനാ? തെണ്ടി കുത്തുവാള എടുത്തിരിക്കുക. അവനോർക്കും ഞാൻ ഉണ്ടായിട്ട് കൊടുക്കാത്ത. അത് ശരിയാ, ഇല്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഈ പണ്ടാരം ഗൂഗിൾ പേയിലാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സംവിധാനമില്ല. അതുണ്ടായിരുന്നേ അതെടുത്ത് അവൻ അയച്ചു കൊടുക്കായിരുന്നു. എടാ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു 500 അയച്ചു തരാം, നീ എടുത്ത് അവൻ അയച്ചു കൊടുക്ക്. ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. ഒരാവശ്യം വന്നാൽ ഇവരൊക്കെ കാണത്തുള്ളൂ. എടാ, പൈസ എൻ്റെ പെട്ടെന്ന് ഉണ്ടാവത്തില്ല. നിനക്കത് ഓക്കെ ആണല്ലോ അല്ലേ? പോടാ ഓക്കെ, മതി. ഇതേ അവനെനിക്ക് 500 അയച്ചേക്കുന്നു. ആര്? നേരത്തെ വിളിച്ചവനോ? അതേന്നേ, എന്നാ സംഭവം നോക്കട്ടെ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ എടാ, നീ തന്നെ എനിക്ക് 500 രൂപ ഇട്ട്? ഇരിക്കട്ടാ, നിന്റെ അക്കൗണ്ട് 0 ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാളിയ സമാധാനമായത്. ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് നീ വിചാരിക്കുമെന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. എടാ, എനിക്ക് പൈസ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഞാനേ ഒരു 1000 രൂപത്തോട് കൂടുതൽ മേടിച്ചാ, നിനക്കൂടെ ഒരു 500 രൂപ കൂട്ടി. പൊന്നളിയാ നിന്റെ ഒരു കാര്യം. എന്നാ ശരിടാ, പൈസ കിട്ടുമ്പോളേ 500 തിരിച്ചിട്ടാക്കണേ. ഓക്കേടാ, ശരിയെന്നാ. അളിയോ, ഞാനിട്ട് 500 എപ്പം തരും? നീയല്ലേ അളിയാ പറഞ്ഞ ഇപ്പം നിനക്ക് കാശ് വേണ്ട, പിന്നെ വല്ലതും മതിയെന്ന്. അതപ്പം ഇപ്പം നിന്റെ അക്കൗണ്ടിൽ 1000 ഉണ്ടല്ലോ. കാശിട് ശരി. 2 ദിവസം കഴിയിട്ടേ എന്നിട്ട് ആലോചിക്കാൻ തരണ വേണ്ടതെന്ന്.